എല്ലാവർക്കും ആദ്യമേ തന്നെ ഉത്സവാശംസകൾ അറിയിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമൊക്കെ എല്ലാവരും കാണാറുണ്ടോ? കാണാറുള്ളവരൊന്ന് കൈയടിക്കൂ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലവേഴ്സ് ടിവിയിൽ ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും എല്ലാവരും കാണണം, ഇനിയും പ്രോത്സാഹിപ്പിക്കണം. ഇവിടെ വന്നപ്പോൾ നമ്മുടെ സംഘാടകര് പ്രത്യേകം ഒരു കാര്യം എന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. ഇവിടുത്തെ നിങ്ങളുടെ ഈ നാട്ടിലൊരു കവിയുണ്ട്, ആ കവിയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടത്തണമെന്ന് പറഞ്ഞു. അത് നടത്തുകയാണ്. അതിനുശേഷം നമ്മുടെ കോമഡി സ്കിറ്റിലോട്ടൊക്കെ പോകുന്നതാണ്. അപ്പൊ നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ ആ കവിയെ നമുക്ക് ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യാം. നല്ല കൈയ്യടി കൊടുക്കും എല്ലാവരും. വിളിച്ചോ. ഹലോ, ഇത് ആരാണ് ഈ മൈക്ക് ഇയാൾക്ക് കൊടുത്തത്? ഇത് ആരാണ്? മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ചേട്ടാ, നിങ്ങൾക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലേ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ അറിയാം, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ചേട്ടാ, ഞാൻ ചാനലിൽ നിന്ന് വന്ന ആളാണ്. അങ്ങനെ ചിരിക്കണം. നമ്മളൊക്കെ അമ്മയുടെ വഹിക്കുന്ന ചാനലിൽ ഇയാളെ മദ്യപിച്ചില്ല ഇവിടെ വന്നിട്ട് ഷോ കാണിക്കണേ? അല്ലെ, മദ്യപിച്ചില്ല ഇയാള്. ഈ മദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മദ്യപിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഫ്രീ ആയിട്ട് ഞാനൊരു ഉപദേശം തരാൻ വേണ്ടി പോവാണ്. ഈ മദ്യം എന്ന് പറഞ്ഞാൽ സാത്താന്റെ മൂത്രമാണ് മദ്യം. നമുക്ക് ഈ സാത്താനെ കിട്ടും. അതിനെന്തിനാ വീട്ടിൽ കൊണ്ട് നിർത്താനായിട്ട്? അതിനെന്തിനാ? ഇവിടെ ഒന്നും ബിവറേജ് ഇല്ല. സത്യമായിട്ട് കുറച്ച് ദൂരം പോകണം. ഞങ്ങൾ തിരുവമ്പാടി വരെ പോകണം. വീട്ടിൽ കൊണ്ട് നിർത്തുമായിരുന്നെങ്കിൽ അതന്നെ, തിരുവമ്പാടി വരെ പോകണം. അപ്പൊ ഇവിടെ കൊണ്ട് നിർത്തുമായിരുന്നെങ്കിൽ നമുക്ക് 2:30 അടിക്കുന്ന മുമ്പ് സാത്താനെ കൊണ്ട് മുള്ളിക്കുക, അടിക്കുക. അതാണ് പുള്ളിയുടെ അജണ്ട. ഒരു സംശയം ചോദിച്ചോ? ഞാൻ നല്ല വൃത്തിക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ സാത്താൻ ബിയറുമുള്ളൂ. ഇവിടെ എന്ത് പരാജയമാണ് താൻ? ഒരാളെ ചുമ്മാ അലമുണ്ടാക്കാതെ പരിപാടി അലമുണ്ടാക്കാൻ വേണ്ടി കയറി വന്നത്. അതിലിരുന്ന് ചിരിക്കണ്ട, ഞാൻ വന്നപ്പോഴേ നോട്ട് ചെയ്തത്. ഏത് ഈ പുള്ളിനാണോ? കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് അയച്ചേക്കുന്നു. ഏത് ഈ പുള്ളിയോ? ഹണീബിയുണ്ട് വാന്നും പറഞ്ഞു. എന്റെടാ, ഞാൻ ഒരു കുപ്പി വെള്ളവും ടച്ചിങ്സും മേടിച്ചോണ്ട് ഓടി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും തേനീച്ച കൂട് കാണിച്ചിട്ട് പറയാ വേണ്ട ഹണീബി. അറിയോന്നോ? തൊഴിലുറപ്പിന് പോണ സരസ ചേച്ചി. നല്ല കാര്യം എടുക്കും. തൊഴിലുറപ്പിന് പോണ ചേച്ചിയാണ്. തൊഴിലുറപ്പ് നല്ല കാര്യമല്ലേ? ചേച്ചി ഇന്നലെ ഒരു ചെറിയ അബദ്ധം പറ്റി. എന്നാ സംഭവം? രാവിലെ തൊട്ട് ചേച്ചി തെങ്ങിന് തടവെടുത്ത് വൈകുന്നേരമായപ്പോ മുകളിലോട്ട് നോക്കിയപ്പോഴാ മണ്ടയില്ലാത്ത തെങ്ങിനെ തൊഴിലുറപ്പിന് നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി പോകല്ലേ? ഒരു തമാശക്ക് പറഞ്ഞതേ ഉള്ളു കേട്ടോ. ഹലോ, എന്തോ പറയാം? ഇല്ല, ആ പറഞ്ഞ ആൾക്ക് മണ്ടല്ല. ആ പറഞ്ഞ ആൾക്ക് മണ്ടയില്ലെന്ന്. മണ്ടയില്ലെന്ന് ചേച്ചിക്ക് കാര്യം മനസ്സിലായി. ചുമ്മാ അടിച്ചിട്ട് ആ ചേച്ചിന് മുഖത്ത് കയറല്ലേ? നീ കർക്കിടകത്തിന് ബലിയിടാറുണ്ടോ? നീ ബലി ഇട്ടില്ലേലും കുഴപ്പമില്ല, ഒരു പൊതുപരിപാടിക്ക് വരുമ്പോ സെബിടും കേട്ടോ. മേടിച്ചു കൊടുക്കണം. അയാളെ പോയ അവിടെ ചുമ്മാ അലമുണ്ടാക്കാൻ വേണ്ടി. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എനിക്ക് എന്റെ നാട്ടിൽ ഒരു പരിപാടി നോക്കുമ്പോ എനിക്ക് ഇയാളെ ഈ മൈക്കുള്ളണ്ടല്ലോ ഷോ കാണിക്കണേ. ഈ മൈക്ക് പിടിച്ചേ. ഇനി ഇയാൾ എന്നാ കാണിക്കണം അറിയാമോ? എടാ പൊട്ട, ആ മൈക്കിലല്ലേ എനിക്ക് ഈ മൈക്കുണ്ടല്ലോ. ഇവിടെ എന്ത് കഷ്ടമാണോ? ഇയാൾ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ വന്നിട്ട് പരിപാടി അലമുണ്ടാക്കണോ വേണ്ടത്? സുഹൃത്തെ, ഞാൻ നിങ്ങളുടെ സ്നേഹം കൊണ്ട് കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ മദ്യപത്തിന് വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങളുടെ ഭാര്യയുടെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവള് KGF അല്ലേ? KGF മനസ്സിലായില്ല. വയലൻസ്. അപ്പൊ ചേട്ടനും അതായിരിക്കും നല്ലത്. ആരോഗ്യത്തിന് നല്ലതായിരിക്കും. ചേട്ടാ, ഞാനേ നിങ്ങളുടെ ഫ്രീ ആയിട്ട് ഞാനൊരു ഉപദേശം തരാം. നിങ്ങള് ഈ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന പൈസ, കിട്ടുന്ന പൈസക്ക് മുഴുവൻ കള്ളു കുടിക്കാതെ ചേട്ടൻ ആ പൈസ എന്റെ കൈ കൊണ്ടെത്താം. ഞാൻ ആ പൈസ നേരെ ബാങ്കിൽ കൊണ്ടിടാം. എന്നിട്ട് ചേട്ടന് ആവശ്യമുള്ളപ്പോ എന്നോട് ചോദിക്കുക, ഞാൻ ആ ബാങ്കിൽ നിന്ന് എടുത്താൽ ചേട്ടന് പൈസ തരാം. അതായത് ഞാൻ പണിയെടുത്ത പൈസ നിന്റെ തന്നിട്ട് എനിക്കൊരു ആവശ്യം വരുമ്പോ ഞാൻ നിന്റെ അടുത്ത് വന്ന് നിൽക്കണം. അതെ, എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? ഐഡിയ കൊള്ളാൻ പറഞ്ഞ സാറേ. നിന്റെ തന്തയല്ല എന്റെ തന്ത. കൈയടിക്കാൻ പറഞ്ഞ നിങ്ങൾ ചാടിക്കാർ കൈയടിക്കില്ല. ഇയാളുടെ സ്വഭാവം എന്തറിയോ? ഇയാളുടെ ഭാര്യയെ സ്ഥിരമായിട്ട് മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞ പരാതി കിട്ടിയിട്ടുണ്ട്. അവള് സീമന്തിരാകിയാൽ സിന്ദൂരം തൊടുന്നില്ല. നിങ്ങൾ പറ, സിന്ദൂരം തൊട്ടില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഭാര്യ മർദ്ദിക്കുമോ? എടാ, ഈ ഭാര്യമാര് സിന്ദൂരം തൊടുന്നതിന് ഒരു അർത്ഥമുണ്ട്. സിന്ദൂരം തൊടുന്നതിന് എന്താ അർത്ഥമാണ്? എനിക്ക് മനസ്സിലായില്ല. അത് പറഞ്ഞുതരാം. ഒരു പെണ്ണ് സിന്ദൂരം തൊട്ട് ഇറങ്ങി വരുമ്പോൾ നിന്നെ പോലുള്ള ഞരമ്പ് രോഗികൾ മനസ്സിലാക്കണം, ഈ വസ്തു കച്ചവടമായതാണ്. ഇനി അങ്ങോട്ട് പുല്ല് തീറ്റിക്കാൻ പശുവിനെ ഏൽക്കരുത്. ഞാൻ ആ ടൈപ്പല്ല. നിങ്ങൾ സ്ത്രീകളെ ഇങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കരുത്. സ്ത്രീകളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നില്ല. സ്ത്രീകളെ കുറിച്ച് ഞങ്ങൾ ഉദാഹരണം പറയാം. ചേട്ടാ, നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ. ചൈന നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? 2020 കിട്ടിയത് പോരെ, പിന്നെ മേടിക്കാൻ നിൽക്കുക. അതല്ലേ പറഞ്ഞു. ചൈനയിലെ സ്ത്രീകൾ നോക്കൂ, അവർ മൊബൈൽ ഉണ്ടാക്കുന്നു. അതുപോലെ ജപ്പാനിലെ സ്ത്രീകൾ നോക്കൂ, അവർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു. അതേപോലെ അമേരിക്കയിലെ സ്ത്രീകൾ നോക്കൂ, അവർ ഫ്ലൈറ്റ് വരെ ഉണ്ടാക്കുന്നു. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്നത് അച്ചപ്പവും കൊള്ളപ്പും.
എന്നിട്ട് അവര് വീട് തോറും നടന്ന് വിൽക്കുന്നുണ്ട്. അവരങ്ങനെ വിൽക്കണോണ്ടാണ് ഇയാളെ പോലെ ഒരു 3 നേരം വെട്ടി വീഴുന്നത്. എടാ അതിന് ഞങ്ങൾ ആണുങ്ങൾ പ്രത്യുപകാരം ചെയ്യുന്നുണ്ട്. എന്ത് പ്രത്യുപകാരം? എന്ത് പ്രത്യുപകാരം? അവർ തൊഴിലുറപ്പിന് പണിക്ക് പോകുമ്പോഴത്തേക്കിന് അട്ട അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഫുൾ കൈ ഷർട്ടാ കൊടുക്കുന്നത്, അറിയാമോ? എന്നാലും പുള്ളിക്ക് പണിക്ക് പോകാൻ പറ്റില്ല, അതാണ് പുള്ളിയുടെ ലക്ഷ്യം. സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നല്ലൊന്നാതിന് പരിപാടി നടക്കുകയാണ്, നിങ്ങൾക്ക് നാണാവില്ലേ ചേഞ്ച് നാറിയ ഡ്രസ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് കയറി വരാൻ? ഇതെന്നാ കുഴപ്പം? ഇവിടെ എന്ന് പറഞ്ഞത് ആ സൈഡൊക്കെ നോക്കും, മൊത്തം ഫ്രീക്ക് പിള്ളേരാണ് ഈ ഏരിയയിൽ, അറിയോ? ഫ്രീക്ക് പിള്ളേർ? ആ കേട്ടില്ലേ, ഫ്രീക്കന്മാരാണത്. ഈ ഫ്രീക്ക് പിള്ളേർക്ക് അധികം ബൂസ്റ്റപ്പ് കൊടുക്കണം. ആ ഫ്രീക്കന്മാർക്ക് ബൂസ്റ്റപ്പ് തന്നെ. എനിക്കറിയാം ഫ്രീക്കന്മാരുടെ ഫാഷൻ. അവരുടെ ഭാഷ എന്താ കുഴപ്പം? എന്താ പറ? ഇവരാദ്യം ഒരു അണ്ടർവെയർ ഇടും, അതിനൊരു നെയിം ബോർഡ് കാണും, ജോക്കി. ഈ സാധനം കാണിച്ചടക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. അതിന്റെ കൂട്ടത്തിൽ ഒരു ജീൻസ് വലിച്ച് കയറ്റുമ്പോൾ അത് ഇത്രയും കാണും. എന്നിട്ട് ഒറ്റ വിടല, അത് ഇവിടെ വന്ന് കിടക്കും. ഇവന്റെ പുറകെ പോകണം, നമുക്ക് ടെൻഷനാണ്, ഇതെങ്ങാനും പറഞ്ഞ് താഴോട്ട് പോകുമെന്ന്. സത്യമായിട്ട് അത് പറയുമ്പോ കുടഞ്ഞിട്ടാണല്ലോ ചിരി. അല്ല, പെണ്ണുങ്ങൾ ലേഡീസ് ചിരിക്കുന്നത് എന്താ കുഴപ്പം? ആ ലേഡീസ് ചിരിക്കണ്ട, ആണുങ്ങളെക്കാൾ കൂടുതൽ ഫാഷനാണ് പെണ്ണുങ്ങൾ. എനിക്ക് മനസ്സിലായില്ല, പെണ്ണുങ്ങൾക്ക് എന്ത് ഫാഷനാണ്? പറഞ്ഞു നമ്മുടെ കേരളത്തിലെ പെണ്ണുങ്ങൾ ഇപ്പൊ ചുരിദാർ വെട്ടി ഏകദേശം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുക. എന്നിട്ട് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോ കാറ്റ് വീശിയാൽ നമ്മുടെ ഡബിൾ മുണ്ട് അയ്യ വിരിച്ച പോലെ ടില്ല. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു സാധനം ഇവിടെ വലിച്ചു കയറ്റും. ചില പെണ്ണുങ്ങൾ അത് ഇട്ടോണ്ട് പോകുന്നില്ല, അത് ഇട്ടിട്ട് പോലും തോന്നത്തില്ല. എന്നിട്ട് നമ്മൾ ആണുങ്ങളെങ്ങാനും നോക്കിപ്പോയാലോ അപ്പൊ തന്നെ ഇങ്ങനെ ഒരു പിടുത്തം, ഒരു നോട്ടമാണ്. ഈ നോട്ടം കൊണ്ടാത്തൊന്നും നമ്മളത് കീറി കൊടുത്തു. ഇയാളെ ഇവിടെ കിടന്ന് ഒരുപാട് ഷൈൻ ചെയ്യില്ല, അങ്ങ് മാറി ചുമ്മാ സ്റ്റേജൊക്കെ ഇരുന്ന് അലമ്പുണ്ടാക്കല്ലോ. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ നാട്ടിലെ ആ കവി ഇവിടെ എത്തിയിട്ടുണ്ട്. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് മഹാകവി ലംബോദരൻ മാഷിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ല കൈയടി കൊടുക്കും. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. നന്ദി കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. നമസ്കാരം. ലംബോർഗിനി എന്ന് പറഞ്ഞിട്ട് പെട്ടി ഓട്ടർഷയുള്ളൂ. മാഷെ, പുള്ളി മദ്യത്തിന്റെ ലഹരിയിലാണ്, അതുകൊണ്ടാണ്. മാഷ് രണ്ട് വാക്ക് നമ്മുടെ നാട്ടുകാർ ഒന്ന് സംസാരിക്കണം പ്ലീസ്. ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ ഒരു വാക്ക് പറയാൻ എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അധികം മുന്നോട്ട് പോകണ്ട, അവിടെ സാധനങ്ങളെല്ലാം വെച്ചൊക്കെ തട്ടിമറിഞ്ഞ് വീഴും. ഞാൻ പുള്ളിക്ക് സേഫ്റ്റിക്ക് ഒരു കേസ് വിട്ടേ. മാഷ് അത് കാര്യമാക്കണം, മാഷ് സംസാരിക്കും പ്ലീസ്. പ്രിയമുള്ളവരെ, ഈ സുദിനത്തിൽ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളൂ. നാം ജീവിക്കുന്ന ഈ സമൂഹം ഇന്ന് കൂറ്റാക്കുത്തിരിക്കുകയാണ്. നോക്കടാ, ചിന്തിക്കടന്ന് 5 രൂപയുടെ സാധനം വെച്ചോണ്ട് വന്നിട്ട് സമൂഹം കൂറ്റാക്കൂർ വീട്ടിലാണ്. മാഷെ, ഞാൻ നോക്കിക്കോളാം, മാഷ് കാര്യമാക്കണ്ട. മാഷിന് ഒരു 2 വരി കവിത നമ്മുടെ ഈ നാട്ടുകാർക്ക് വേണ്ടി പ്ലീസ്. 2 വരി കവിത. പ്രിയമുള്ളവരെ, ഈ പൊറോട്ട ആക്ഷൻ പോസ്റ്റ് കപ്പിന്റെ ബീഫ് ആക്ഷൻ പോസ്റ്റ് കപ്പിന്റെ പൊറോട്ട ബീഫ് അല്ല, പിന്നെ പത്തിരിയും കോഴിക്കറിയാണ്. അവിടെ കൊതിപ്പിക്കാൻ ഓരോ പലഹാരത്തിന്റെ പേര് വിളിച്ചു പറയുന്നു. പത്തിരിയും കോഴിക്കറി അല്ല, ഇത് ശംഭു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്.